ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാറുകൾ പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ കാര്യങ്ങളും അതിൻ്റെ ഓട്ടോ ഇലക്ട്രിക്കൽ ഭാഗങ്ങളും ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വാഹനത്തിൻ്റെ ബോഡി അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും ചെക്ക് ചെയ്ത ശേഷമായിരിക്കും നമ്മൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പെട്രോൾ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളാണ്. എന്തിനാണിത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്ത് പോവുകയാണ്, വണ്ടി ഓവർ ഹീറ്റായി, കൂളിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ബാറ്ററി ഡൗൺ ആയി. അപ്പോൾ അങ്ങനെയുള്ള ഒട്ടുമിക്ക ചെറിയ ചെറിയ വിഷയങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി സുഗമമായി നമുക്ക് ആ വാഹനം ഓടിച്ച് നടക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വാറണ്ടിയിലുള്ള വാഹനങ്ങൾ ഉണ്ടാവും. വാറണ്ടി എന്ന് ഉദ്ദേശിച്ചത് മാനുഫാക്ചറർ കൊടുക്കുന്ന വാറണ്ടി, അല്ലാതെ നിങ്ങൾ വാങ്ങുന്ന ആ ഒരു ഷോപ്പ് തരുന്ന ഒരു കാറുകൾ വിൽക്കുന്ന ആ ഷോപ്പ് തരുന്ന വാറണ്ടി അല്ല ഉദ്ദേശിച്ചത്. ജെനുവിൻ ആയിട്ട് മാനുഫാക്ചറർ തരുന്ന വാറണ്ടിയുള്ള വാഹനങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ അപ്ലിക്കബിൾ അല്ല. കാരണം അത് വാറണ്ടിയിലുള്ള വാഹനങ്ങൾ കൃത്യമായിട്ട് സർവീസിന് കയറിയിരിക്കണം. മാനുഫാക്ചേഴ്സ് കമ്പനി അത് കൃത്യമായിട്ട് അതിൽ ഷെഡ്യൂളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ബാക്കി ഈ വാറണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സെക്കൻഡ് ഹാൻഡ് പെട്രോൾ കാറുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്ത് അത് ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലാണ് സർവീസിന് കൊടുക്കുന്നതെങ്കിൽ അവർ ആ വാഹനം ഓടിയ കിലോമീറ്റർ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ കാലപ്പഴക്കം വെച്ചിട്ട് മാനുഫാക്ചേഴ്സ് പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യും. പക്ഷെ അതൊരു പഴയ വാഹനം എന്നതിൽ വെച്ച് നോക്കുന്ന സമയത്ത് വലിയ രീതിയിലൊരു എക്സ്പെൻസ് വരും. അപ്പോൾ സർവീസ് സെൻറ്ററിൽ അത് റീപ്ലേസ് ചെയ്താലും അതിനെക്കുറിച്ചൊരു ആസ് എ കസ്റ്റമർ എന്ന നിലയിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഇനി പുറത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ, സർവീസ് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അറിയുന്ന രീതിയിലുള്ള ഒരു നോളേജ് തീർച്ചയായിട്ടും എല്ലാവർക്കും വേണം. വാഹനത്തിന് നമ്മൾ ആദ്യമായി റീപ്ലേസ് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് എൻജിൻ ഓയിലാണ്. എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഓയിൽ ഫിൽറ്ററും കൂടി നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്തിരിക്കണം. അത് അങ്ങനെയാണ് ചെയ്യുന്നത്. അറിയാത്ത ആളുകൾക്ക് അറിയാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. ഒരു എഞ്ചിനെ സംബന്ധിച്ച് കൃത്യമായ പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്തിരിക്കണം. ലൂബ്രിക്കേഷൻ കൃത്യമായി നൽകുന്ന ഫംഗ്ഷനാണ് എഞ്ചിൻ്റെ ഉള്ളിൽ എഞ്ചിൻ ഓയിലുള്ളത്. നിങ്ങൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മാനുഫാക്ചേഴ്സ് പറഞ്ഞിട്ടുള്ള ഗ്രേഡിലുള്ള എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സെയിം ബ്രാൻഡിലുള്ള എഞ്ചിൻ ഓയിൽ റിപ്പീറ്റായിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള എഞ്ചിൻ ഓയിൽ ഓരോ വർഷവും അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നല്ലതാണ്. അതിൻ്റെ അർത്ഥം ബ്രാൻഡ് മാറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോശം എന്നല്ല ഉദ്ദേശിക്കുന്ന എഞ്ചിനുമായിട്ട് കുറച്ചുകൂടി കംഫർട്ടായ രീതിയിൽ എഞ്ചിൻ്റെ പ്രവർത്തനത്തെ അത് നിയന്ത്രിക്കും. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതിനുശേഷം വരുന്നത് എയർ ഫിൽറ്ററാണ് അല്ലേ? നമ്മളെ വാഹനത്തിലേക്ക് എഞ്ചിനിലേക്ക് കൃത്യമായി എയർ കടത്തി വിടുന്ന ഒരു ഭാഗമാണ് എയർ ഫിൽറ്റർ. എയറിലുള്ള പൊടിപടലങ്ങളും ഡസ്റ്റുകളും ഒക്കെ കൃത്യമായി ക്ലീൻ ചെയ്ത ശേഷം ഫിൽറ്റർ ചെയ്ത ശേഷം എഞ്ചിനിലേക്ക് കടത്തി വിടുന്ന ഒരു ഭാഗമാണ് എയർ ഫിൽറ്റർ എന്ന് പറയുന്നത്. എയറും ഫ്യൂവലും പ്രത്യേക റേഷ്യോയിൽ വരുന്ന സമയത്താണ് നമുക്ക് അവിടെ കമ്പഷൻ നടക്കുന്നത്. അപ്പോൾ എയർ എഞ്ചിനുള്ളിലേക്ക് കൃത്യമായി എത്തേണ്ട ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം. എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുക. ക്ലീൻ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക. അടുത്തത് ഫ്യൂവൽ ഫിൽറ്ററാണ്. നമ്മുടെ ഫ്യൂവൽ ടാങ്കിലുള്ള പെട്രോളിനെ കൃത്യമായി അരിച്ച് ഫിൽറ്റർ ചെയ്ത് എഞ്ചിനിലേക്ക് സുഗമമായി എത്തിക്കുക എന്നുള്ളതാണ് ഈ ഫ്യൂവൽ ഫിൽറ്ററിൻ്റെ ധർമ്മം. അപ്പോൾ സുഗമമായി തടസ്സങ്ങളില്ലാതെ ഈ ഫ്യൂവൽ എഞ്ചിനിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു പാർട്ട് മാറിയിരിക്കണം. കാരണം അതിനുള്ളിൽ ഡസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അടുത്തത് സ്പാർക്ക് പ്ലഗ് ആണ്. നമ്മളിപ്പോൾ എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും കാര്യം പറഞ്ഞു. അപ്പോൾ എയറും ഫ്യൂവലും കൃത്യമായ അനുപാതത്തിൽ മിക്സ് ചെയ്യും. അതിനെ നമ്മൾ എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ന് പറയും. അപ്പോൾ അല്ലെങ്കിൽ ചാർജ് എന്ന് പറയും. അപ്പോൾ ഇതിലേക്ക് കൃത്യമായി സ്പാർക്ക് കൊടുത്താൽ മാത്രമേ അവിടെ കമ്പഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പാർക്ക് പ്ലഗ്, ഇഞ്ചക്ടർ, ഇഗ്നൈറ്റർ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ മോശമാണെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങി എണ്ണ അടിക്കുന്നു, അതിന് മൈലേജ് കിട്ടണ്ടേ, അതിന് പെർഫോമൻസ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അടുത്തത് ത്രോട്ടിൽ ബോഡിയാണ്. എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായി എയറിനെ എത്തിക്കുകയാണ് ഈ ത്രോട്ടിൽ ബോഡിയുടെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നിരന്തരമായിട്ടുള്ള നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു ബട്ടർഫ്ലൈ വാൾവാണ്
ഇതിൽ ഉള്ളിൽ ഡസ്റ്റ് കയറിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു ഭാഗം. ത്രോട്ടിൽ ബോഡി ക്ലീനിങ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ കൂളിംഗ് സിസ്റ്റമാണ്. എഞ്ചിന് വർക്ക് ചെയ്യാൻ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ ആവശ്യമാണ്. ആ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ കൃത്യമായി നിലനിർത്തുന്ന കൂളിംഗ് സിസ്റ്റമാണ്. കൂളിംഗ് സിസ്റ്റത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. ഹെഡ് ഗ്യാസ്കറ്റ് തുടങ്ങിയ എഞ്ചിൻ്റെ പല ഭാഗങ്ങൾക്കും ഇത് ഡാമേജ് വരുത്തും. അപ്പോൾ കൃത്യമായിട്ട് കൂളൻ്റ് റീപ്ലേസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കൂളൻ്റ് ചില വാഹനങ്ങളിൽ വെള്ളമായിരിക്കും അല്ലെങ്കിൽ ചെളിയായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്ന് ഫ്ലഷ് ചെയ്തിട്ട് പഴയ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത ശേഷം പുതിയ കൂളൻ്റ് അതിലേക്ക് ഫില്ല് ചെയ്യാം. കാരണം കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാന ഭാഗമാണ് കൂളൻ്റ്. എഞ്ചിൻ്റെ ചൂടിനെ, താപത്തെ കൃത്യമായി ആഗിരണം ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൂളൻ്റിൻ്റെ ധർമ്മം. ഹോസുകളും കാര്യങ്ങളും ചെക്ക് ചെയ്യാം. ഏതെങ്കിലും തരത്തിലുള്ള ലീക്കുകൾ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാം. അടുത്ത ഭാഗമാണ് തെർമോസ്റ്റാറ്റ് വാൾവ് എന്ന് പറയുന്നത്. എഞ്ചിൻ്റെ ഉള്ളിൽ ഈ കൂളൻ്റ് ടെമ്പറേച്ചർ ഹൈ ആയി കഴിഞ്ഞാൽ, ഒരു 90 ഡിഗ്രി 80 ഡിഗ്രിയുടെ മേലെ കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് വാൾവ് ഓപ്പൺ ആയിട്ടാണ് റേഡിയേറ്ററിൻ്റെ ഭാഗത്തേക്ക് എഞ്ചിൻ്റെ ഉള്ളിൽ കൂളൻ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ് തെർമോസ്റ്റാറ്റ് വാൾവ് എന്നുള്ളത്. ഈ വാൾവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചൂടാകുന്ന സമയത്ത് ഈ വാൾവ് ഓപ്പൺ ആകും. അപ്പോൾ ഇത് കാലക്രമേണ കൃത്യമായി നമ്മൾ കൂളൻ്റ് ഒഴിക്കാതിരുന്നാൽ ഇതിനുള്ളിൽ ചെളി വന്ന് അടയും. അപ്പോൾ ഇത് കൃത്യമായി ഓപ്പൺ ആവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തെർമോസ്റ്റാറ്റ് വാൾവ് നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്തിരിക്കണം. ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, കൂളൻ്റ് റീപ്ലേസ് ചെയ്യുക. പെട്രോൾ ടർബോ ഉള്ള വാഹനങ്ങളാണെങ്കിൽ ടർബോയുമായി ബന്ധപ്പെട്ട ഇന്റർകൂളർ ആ ഒരു സിസ്റ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സോസ്റ്റിലൂടെ പോകുന്ന ആ ഒരു വാതകത്തെ തിരിച്ച് ഇൻടേക്കിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ടർബോ എന്ന് പറയുന്നത്. കൂടുതൽ എയറിനെ എഞ്ചിനിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. അടുത്ത ഗിയർ ഓയിലാണ്. നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗിയർ ഓയിൽ എന്ന് പറയുന്നത്. അത് ചെക്ക് ചെയ്ത ശേഷം റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ബ്രേക്കിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട്. വാഹനത്തിൻ്റെ 4 ബ്രേക്കും അഴിച്ച് ക്ലീൻ ചെയ്യാം. നോർമലി ഫ്രണ്ടിൽ ഡിസ്കും റിയറിൽ ഡ്രം അറേഞ്ച്മെൻ്റ് ആണ് വരിക. അഴിച്ചു നോക്കിയിട്ട് ക്ലീൻ ചെയ്യുക. അതിൻ്റെ ബ്രേക്ക് പാഡോ ബ്രേക്ക് ലൈനറോ ഷൂവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റെക്ക് ഉണ്ടാവും. ഹാൻഡ് ബ്രേക്ക്, നമ്മുടെ വാഹനത്തിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കാണ്. ലിവറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മെക്കാനിസമാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് അതിൻ്റെ സ്റ്റെക്കും കാര്യങ്ങളും ഒഴിവാക്കിയിടുക. കാരണം ബ്രേക്ക് ജാമായി കഴിഞ്ഞാൽ ടയർ പിടുത്തം വരും. അതും വാഹനത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. പിന്നെ ബ്രേക്ക് ഫെയിലിയറും വരുന്ന സാഹചര്യം ഉണ്ടാവാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ടാവും. ഫ്ലൂയിഡ് ഏതെങ്കിലും തരത്തിലുള്ള ലീക്ക് ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി, ചിലപ്പോൾ വീൽ സിലിണ്ടർ ലീക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ലൈനിൽ എന്തെങ്കിലും ഡാമേജ് ആയിരിക്കാം, അത് കൃത്യമായി ക്ലിയർ ചെയ്ത് കൊടുത്ത് ബ്രേക്കിംഗ് ഫംഗ്ഷൻ കൃത്യമായി പരിപാലിക്കണം. അതിന് ബ്രേക്ക് ക്ലീനിങ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൻ്റെ കാലിഫറുമായി ബന്ധപ്പെട്ട പിന്നുകളൊക്കെ ലൂസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രേക്കിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. അതിൽ ബ്രേക്ക് പാഡും ലൈനറും അതിൻ്റെ തിക്നെസ് ഒക്കെ കുറഞ്ഞ് മാറേണ്ട സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മുടെ വാഹനത്തിൻ്റെ ബെൽറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ വാഹനത്തിൻ്റെ ആൾട്ടർനേറ്റർ, AC കംപ്രസർ തുടങ്ങിയ പാർട്സുകളൊക്കെ ബെൽറ്റ് യൂസ് ചെയ്തിട്ടാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളിയിൽ നിന്ന്. അപ്പോൾ അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്ലേ ഉണ്ടോ, ഡാമേജ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ 1 lakh കിലോമീറ്റർ ആകുന്ന സമയത്താണ് വാഹനത്തിന് ടൈമിംഗ് ചെയിൻ അല്ലെങ്കിൽ ടൈം ബെൽറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ടെൻഷനർ, വാട്ടർ പമ്പ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന വാഹനം ഒരു 90,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 1 lakh അടുത്ത് വരുന്ന സമയത്ത് അത് മാറേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് ആ ഒരു പ്രൈസ് ബാർഗെയിൻ ചെയ്യുക. ഇനി ഒരു 1,10,000 1,20,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ പറയുന്ന ബെൽറ്റ് 1 lakh റീപ്ലേസ് ചെയ്തതാണെന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വാഹനം എടുക്കുക. അടുത്തത് വരുന്നത് AC ഫിൽറ്ററാണ്. AC ഫിൽറ്റർ, AC ക്യാബിൻ ഫിൽറ്റർ എന്ന് പറയും. നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ താഴെയായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഫിൽറ്റർ ക്ലീൻ ചെയ്യുക, കൃത്യമായി ക്ലീൻ ചെയ്യുക. കംപ്രസറിൽ എന്തെങ്കിലും നോയ്സോ അങ്ങനെയുള്ള രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ AC ഗ്യാസിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഗ്യാസ് ലോ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ട് ക്ലിയർ ചെയ്യുക. AC ക്യാബിൻ ഫിൽറ്റർ കൃത്യമായി ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. നമുക്ക് AC പെർഫോമൻസ് വർദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡസ്റ്റ് ഉണ്ടെങ്കിൽ അത് തിരിച്ച് വീണ്ടും AC വെന്റിലൂടെ നമ്മൾ തന്നെയാണ് ശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക.
എ സിയുടെ എഫിഷ്യൻസി മാക്സിമം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് വരുന്നത് വാഹനത്തിൻ്റെ ടയറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. നമ്മൾ വാഹനം വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം ടയറൊക്കെ നോക്കിയിട്ടാണ് വാങ്ങുന്നത് അല്ലേ? എന്നാലും വാഹനത്തിൻ്റെ ടയറ് എൻജിൻ്റെ പെർഫോമൻസുമായി അല്ലെങ്കിൽ മൈലേജുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക. എവറി 5000 കിലോമീറ്ററിൽ നിങ്ങൾ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ്ങും വീൽ റൊട്ടേഷനും ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് ടയറിന് ഒരു പെർട്ടിക്കുലർ ലൈഫ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മൈലേജ് ഒരു രീതിയിൽ ഇൻക്രീസ് ആകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അലൈൻമെൻറ്റ് ഷോപ്പിൽ പോവാം, അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക, റൊട്ടേഷൻ ചെയ്യുക, ബാലൻസ് വീൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ വീൽ ബാലൻസിങ് മെഷീനിൽ ഉണ്ടാകും. അതിൽ ടയർ ഫിക്സ് ചെയ്യും. അതിനുശേഷം ടയർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാലൻസിങ് വെയിറ്റ് ഏതെങ്കിലും ഭാഗത്ത് കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ലോഡ് വെയിറ്റ് ആഡ് ചെയ്തിട്ട് കൃത്യമായി അതിൻ്റെ സെൻട്രിഫ്യൂഗൽ വെയിറ്റ് ക്ലിയർ ചെയ്ത് നല്ല ബാലൻസിങ്ങോട് കൂടി ഈ ടയർ തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പെർഫോമൻസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ടയറിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അടുത്തത് ബാറ്ററിയാണ്. ഒരു വാഹനത്തിൻ്റെ ഓട്ടോ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലേക്ക് കൃത്യമായിട്ട് പവർ എത്തിക്കുന്ന ഒരു ഭാഗമാണ് ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ടോപ്പ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യുക. ഇനി ചാർജ് കുറവാണ്, ചാർജ് ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ അത് ചാർജ് ചെയ്യുക. ഈവൻ അതിൻ്റെ ടെർമിനൽസിൽ ഡസ്റ്റുകളും ഫംഗസുകളും ഒക്കെ കൂടിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഔട്ട്പുട്ട് ലഭിക്കില്ല. ഇപ്പോൾ സ്റ്റാർട്ടർ മോട്ടോർ വർക്ക് ചെയ്യണം, സെൽഫ് സ്റ്റാർട്ടറിലേക്ക് കൃത്യമായി എനർജി എത്തിയാൽ മാത്രമേ, പവർ എത്തിയാൽ മാത്രമേ അത് ഫ്ലൈ വീൽ റൊട്ടേറ്റ് ചെയ്യിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബാറ്ററിയുടെ ഹെൽത്ത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനം നിർത്തിയെടുക്കുന്ന സമയത്ത് ഇഗ്നിഷൻ കീ കൊടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടർ മോട്ടോർ കറങ്ങില്ല, അല്ലെങ്കിൽ സഡൻ ബ്രേക്ക് ഡൗൺ വരെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ബാറ്ററി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത് നമ്മൾ ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക് അല്ലേ? ഓട്ടോമാറ്റിക് വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഉണ്ടാവില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു ഫ്രീ പെഡൽ പ്ലേ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതായത് ഇതിലൊരു പ്ലേ ഉണ്ട്. ആ പ്ലേ കൃത്യമല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്ലച്ച് ആയാലും ബ്രേക്ക് ആയാലും അതിനൊരു ഡിസ്കംഫർട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ വരും. അതിൽ നമ്മൾ കൃത്യമായിട്ട് ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും ആക്സിലേറ്ററിൻ്റെയും ഫ്രീ പെഡൽ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഈ ഒരു കാര്യങ്ങളിൽ നിന്നും ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് പെട്രോൾ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ശ്രദ്ധ കൊടുക്കണം. അതിൻ്റെ അർത്ഥം ഇത്ര മാത്രം എന്നുള്ളതല്ല, കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷേ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ തന്നെ എൻ്റെ വണ്ടി ഓടുന്നുണ്ടല്ലോ എന്ന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവരോട് പറയാനുള്ളത്, അത് ഇപ്പോൾ ഓടുന്നുണ്ടാവും, പക്ഷേ ഒരു മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ളൊരു എക്സ്പെൻസ് വരും. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ കൂളിംഗ് സിസ്റ്റമായി ബന്ധപ്പെട്ട് തെർമോസ്റ്റാറ്റ് വാൾവിൻ്റെ ഉള്ളിൽ ചെളിയായിരിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അത് സ്റ്റെക്കായി കഴിഞ്ഞാൽ അടുത്ത് വരുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റാണ്. ഈവൻ ഹോസുകൾ പോലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ കൂളൻ്റ് ചോർന്ന് പോകുന്നുണ്ടെങ്കിൽ അത് ഓവർ ഹീറ്റിലേക്കാണ് പോവുക. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പോകുന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഹെഡ് ഗ്യാസ്കറ്റാണ്. പിന്നെ അത് പല പല ഭാഗങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ അത് കണക്റ്റായി വാഹനം വലിയൊരു ഡാമേജിലേക്ക് പോകും. അതായത് ചെറിയ രീതിയിൽ ചെയ്യേണ്ട ഒരു എക്സ്പെൻസിൽ ഒതുക്കേണ്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് വലിയ രീതിയിലേക്ക് പോകും. ബാറ്ററി ടെർമിനലിൽ പ്രശ്നമാണ്. ഈവൻ ടെർമിനലിൽ ഫംഗസ് കയറിയാൽ തന്നെ ബ്രേക്ക് ഡൗൺ ആവും. നമ്മൾ നിർത്തിയെടുക്കുന്ന സമയത്ത് അത് വണ്ടി സ്റ്റാർട്ടാവില്ല, ഇഗ്നിഷൻ സ്റ്റാർട്ടാവില്ല, സ്റ്റാർട്ടർ മോട്ടർ റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മൈലേജിൽ വണ്ടി ഓടിക്കാൻ പറ്റും, പെർഫോമൻസിൽ മാക്സിമം കിട്ടും. അതിലുപരി വാഹനം ബ്രേക്ക് ഡൗൺ ആവില്ല. ഫാമിലി ആയിട്ട് പോവുകയാണ്, ബ്രേക്ക് ഡൗണിൻ്റെ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ട വിഷയങ്ങളില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതാണ്. ഒരു സെക്കൻഡ് ഹാൻഡ് പെട്രോൾ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് ജോലികളാണ്. ഇതിന് വലിയൊരു രീതിയിലുള്ള എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ബ്രേക്ക് ക്ലീനിങ് ആയാലും അതുപോലെ തന്നെ എന്തെങ്കിലും പാർട്സുകൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ എക്സ്പെൻസ് വരും. പക്ഷെ അത് നമുക്ക് ലൈഫ് ലോങ്ങിലേക്കുള്ള ഒരു കാര്യമാണ്, നീണ്ട ഒരു കാലത്തിലേക്കുള്ള മാറ്റുന്ന പാർട്സുകളുടെ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാതെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഡീസൽ വാഹനത്തിൻ്റെ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.